അൽമാലു വൽബനൂന വൽബനൂന മക്കളും സീനത്തുൽ ഹയാത്തി ദുനിയാ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരാണ്. ദുനിയാവിലെ ജീവിതത്തിന് ഒരു അന്തസ് ഉണ്ടാവണമെങ്കിൽ 4 കുട്ടികളും വേണം. മക്കളില്ലാത്ത ജീവിതം വിരസമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭംഗിയില്ലാത്ത പെണ്ണിനെ ജീവിതാന്ത്യം വരെ പൊറുപ്പിക്കും അല്ലെ? പലരുടെയും ഭാര്യമാര് അവര് വിചാരിച്ച സൗന്ദര്യമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പെണ്ണെട്ടാ ഇറങ്ങുമ്പോ കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? പിന്നെ കിട്ടിയതുകൊണ്ട് ഒപ്പിക്കല്ലേ ചെയ്യ. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? ആണ് തൃപ്തിപ്പെടലാണ്. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിച്ച സങ്കല്പമല്ല. അതാണ് പലരും സിനിമയിൽ കാണുന്ന ജീവിതം റിയാലിറ്റിയിൽ വരുന്ന സംശയിച്ചത് കൊണ്ടാണ് അവരുടെ കുടുംബജീവിതം താളം തെറ്റുന്നത്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. സാങ്കല്പിക ജീവിതം നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടൂല. യഥാർത്ഥത്തിൽ വരുന്ന ജീവിതം അത് മറ്റൊന്നായിരിക്കും. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ജീവിതമായിരിക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞത് ഭംഗി കുറഞ്ഞ പെണ്ണാണെങ്കിലും ഉന്തിത്തള്ളി ഒപ്പിക്കും അല്ലേ? പ്രശ്നമല്ല എന്നല്ല, അത് വലിയൊരു വിഷയമൊന്നും ആകൂല, വലിയ ഇഷ്യൂ ഒന്നും ആകൂല. ദുസ്വഭാവമുള്ള പെണ്ണിനെയോ അത്ര തന്നെ സഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വേള ഒരു പരിധി വരെയൊക്കെ അവളെയും സഹിക്കും. ഏതായാലും കെട്ടിക്കുടുങ്ങിയില്ലേ? അങ്ങനെ ഉണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മിൻകുന്ന ലഗുൻമൻ ലാ യുഹ്ദാ മിൻഹു വഇന്ന മിൻകുന്ന ലഗുല്ലൻ ലാ യുഫ്ദാ മിൻഹു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരിമാരോട് പറഞ്ഞ വാക്കാണത്. സഹോദരിമാരെ, ഇന്ന മിൻകുന്ന, തീർച്ചയായിട്ടും പെണ്ണുങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ലഗുൻമൻ. ലഗുൻമൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗനീമത്ത് എന്നൊക്കെ കേട്ടില്ലേ? ലഗുൻമൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ചില മഹാഭാഗ്യവതികളായ സൗഭാഗ്യവതികൾ എന്ന് വിശേഷിപ്പിക്കേണ്ട ചില പെണ്ണുങ്ങളുണ്ട്. ലാ യുഹ്ദാ മിൻഹു, അത്തരം പെണ്ണുങ്ങളെ കിട്ടിയാൽ, അത്തരം സൗഭാഗ്യം ഒരാൾക്ക് കിട്ടിയാൽ ആ സൗഭാഗ്യം അയാൾ മറ്റൊരാൾക്ക് പങ്കുവെക്കൂല. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിൽ ഇത് എനിക്കായിട്ട് കിട്ടേണ്ടതാണ്, ഇത് എനിക്ക് തന്നെ കിട്ടേണ്ടതാണ്, ഇവളെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് എന്ന് കരുതുന്ന ചില മഹാഭാഗ്യവതികളായ പെണ്ണുങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. നല്ല പെണ്ണുങ്ങളെ കിട്ടിയവർക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഖൗല് ശരിക്കും ബോധ്യപ്പെടും. ശരിയാണോ? എനിക്ക് അതുപോലുള്ള ഒരു ഭാര്യയെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏകദേശമൊക്കെ കിട്ടിയൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കലാ നല്ലത്. അങ്ങനെയാണെന്ന് ചിന്തിക്കലാ നല്ലത്. രണ്ടാം പാർട്ട് പറയാൻ, നിങ്ങളെ കൂട്ടത്ത് തന്നെ ഉണ്ട് പെണ്ണുങ്ങളെ ലഗുല്ലൻ, ചില വണ്ടിയും വലയും. നോക്കുക ആ പ്രയോഗം, ചില വണ്ടിയും വലയും. ലാ യുഫ്ദാ മിൻഹു, കുടുങ്ങിയാൽ ഒരു കാലത്തും മോചനം ഉണ്ടാവില്ല. ഖബിൽതു മിൻക നികാഹഹ എന്ന് പറഞ്ഞു മരിച്ചോളും കൊണ്ടെടുക്കന്നെ. അങ്ങനത്തെ ചില വണ്ടിയും വലയും ഉണ്ട്. രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ്. അങ്ങനെ തീ തിന്ന് ജീവിക്കുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ? ദുസ്വഭാവമുള്ള പെണ്ണുങ്ങളെയും ഒരു പരിധി വരെയൊക്കെ ജീവിതാന്ത്യം വരെ സഹിച്ചു കൊണ്ടുപോകും. പക്ഷേ മക്കളില്ലാത്ത പെണ്ണിനെ പലരും സഹിക്കില്ല. സഹിക്കുന്നവരും ഉണ്ടാവും. അള്ളാഹു അവർക്ക് വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. ഒരു ചെറിയ സംഭവമല്ല ഞാൻ പറയുന്നത്. അവരെ ഒഴിവാക്കുക എന്നുള്ളതല്ല. മക്കളില്ലാത്തതിന്റെ പേരിൽ അവർ രണ്ടാം വിവാഹത്തിന് മുതിരും. മക്കളെ കിട്ടണമല്ലോ, അതിനുവേണ്ടി രണ്ടാം വിവാഹത്തിന് മുതിരും. ഇവരെയും നോക്കൂ, അവരെയും നോക്കൂ, ആ രൂപത്തിൽ മുന്നോട്ട് പോകും. അത് കുറ്റപ്പെടുത്താനാവുന്നതും അല്ലല്ലോ. പക്ഷെ ഒരു പെണ്ണിന് അത് സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സാഹചര്യം. ഒരു പെണ്ണും അത് സഹിക്കില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, 18 കൊല്ലമായിട്ട് അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. 18 കൊല്ലമായിട്ട് മക്കളെ കിട്ടിയിട്ടുള്ള വലിയ സമ്പന്നനാ. അദ്ദേഹം എന്നോട് അഭിപ്രായമൊക്കെ ചോദിച്ചു. എൻ്റെ ഭാര്യ വേറൊരു കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് പറയാണ്, ഞാനും അവളും കൂടെ നാളെ പെണ്ണ് കാണാൻ പോവുകയാണ് ഒരുമിച്ച്. ആദ്യത്തെ പെണ്ണും ഇയാളും കൂടെയാണ് രണ്ടാം പെണ്ണ് കാണാൻ പോകുന്നത്.
ഒരു പാവപ്പെട്ട യത്തീംകുട്ടിയെയാണ് കല്യാണം കഴിക്കുന്നത്. അഭിപ്രായം ചോദിച്ചു, നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തു. കാരണം അവൾക്ക് താല്പര്യമാണെങ്കിൽ അതിലൊരു വിഷയമില്ലല്ലോ. അവളുടെ ഒരു പ്രയാസേ അതിലുള്ളൂ. അല്ലെങ്കിൽ അയാൾ കല്യാണം കഴിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്, അതിന് പറ്റാവുന്ന ആളുമാണ്. ഇവള് പൂർണ്ണമായിട്ട് സമ്മതിച്ച് ഇവളും കൂടെ പോയിട്ട് സെലക്ട് ചെയ്യണം. അങ്ങനെ പെണ്ണ് രണ്ടാളും കൂടെ പോയി കണ്ടു, കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ മാസത്തിൽ തന്നെ രണ്ടാളും ഗർഭിണികളായി. ഒന്നാമത്തോളും ഗർഭിണിയായി, രണ്ടാമത്തോളും ഗർഭിണിയായി. ഇതുണ്ടായൊരു സംഭവം. അപ്പൊ ഇയാള് പറയാണ്, സതേ പെണ്ണുങ്ങളുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ഇവൾക്ക് ചിന്തിക്കാം, നല്ല സാമ്പത്തിക ശേഷിയുള്ള എന്റെ ഭർത്താവിനെ കൊണ്ട് 18 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു കുഞ്ഞിക്കാൽ എന്റെ ഭർത്താവിന് നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, കാണിച്ചു കൊടുക്കാൻ. പക്ഷെ അവിടെ ഒരു യതീമായ ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ ഞാൻ എന്റെ ഭർത്താവിനെ നിർബന്ധിച്ച് അതിന് തയ്യാറായി. ഞാൻ മനസ്സ് കാണിച്ചപ്പോ എനിക്കും അള്ളാഹു ഒരു കുട്ടിനെ തന്നു. സന്തോഷത്തോടെ അങ്ങനെ കരുതാലോ. സാറാ ബീവിക്ക് തോന്നാലോ. സാറാ ബീവി ഹാജറിനെ കൊടുത്തു, കുട്ടികളില്ലാത്തപ്പോ ഇബ്രാഹിം നബി. ഹാജറിന് ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടായി. അപ്പോൾ സാറാ ബീവിക്ക് ടെൻഷനായി. സ്വാഭാവികമാണ്. രണ്ടാമത്തേൽ കുട്ടി ഉണ്ടാവുമ്പോ എനിക്കും കൂടി ഒരു കുട്ടി ഉണ്ടായ എനിക്കും കൂടെ കുട്ടികളുള്ള അമ്മനോട് വേറൊരു സ്നേഹം ഉണ്ടാവുമല്ലോ. അത് കിട്ടുമായിരുന്നു എന്ന് കരുതിയപ്പോ അള്ളാഹു ആ പ്രയാസം തീർക്കാൻ വേണ്ടി ആർക്കും കുട്ടിനെ കൊടുത്തു? സാറാ ബീവിക്കും കുട്ടിനെ കൊടുത്തു. അതാണ് ആര്? ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്മായിൽ എന്ന കുട്ടിയോടൊപ്പം ഉണ്ടായ കുട്ടിയാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം. അവർ തമ്മിൽ 13 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. 13 വയസ്സിന്റെ അന്തരമുണ്ട് രണ്ടാളും. ഇസ്മായിൽ നബി ഉണ്ടായി 13 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സഹോദരൻ പറയാണ്, അപ്പൊ എന്റെ ഭാര്യ എന്നോട് വളരെ സ്വകാര്യമായിട്ട് പറഞ്ഞു, രാത്രി കിടക്കുമ്പോ പറഞ്ഞത്ര, ഇക്ക കുറച്ച് തിരക്ക് കൂടിപ്പോയി, ഒരു മാസം കഴിഞ്ഞിട്ട് മതിയായിരുന്നു നമുക്ക്. കണ്ടാ, അങ്ങനെ ചിന്തിക്കുള്ളൂ. കാരണം ഇപ്പോ ഗർഭം ഉണ്ടായപ്പോ അവൾക്ക് തോന്നുകയാണ്, ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ വേറെ ഒരുത്തി ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നല്ലോ. അങ്ങനെയാ തോന്നുന്നത്. ഇവൾക്കും കൂടെ ജീവിതം കൊടുത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അള്ളാഹു ഈ സമ്മാനം തന്നത് എന്ന് അങ്ങോട്ട് ചിന്തിക്കും. തിരിച്ചേ ആലോചിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ രൂപം അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ പലതും നടക്കും മക്കളില്ലാതിരിക്കില്ല. അപ്പൊ എന്തേ കാരണം? മക്കള് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് അത്രയും വലിയ അള്ളാഹു നമുക്കൊക്കെ തന്ന മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി തരണം. മക്കളില്ലാത്തവർക്ക് ഒന്ന് അമർത്തി ആമീൻ പറയാം. മക്കളില്ലാത്തവർക്ക് ഈ സാഹചര്യമുണ്ടാവും. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പുറത്തുള്ള ആളുകൾ ഉണ്ടാവും. റഹ്മാനായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് ആണ് പെണ്ണ് ആയ മക്കളെ റബ്ബേ നീ അവർക്ക് സാലിഹ്യങ്ങളായ മക്കളെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ബർക്കത്ത് കൊണ്ട് കൊടുക്കല്ല, ഇസ്മായിൽ നബിയുടെ ബർക്കത്ത് കൊണ്ട് കൊടുക്കല്ല, ഇസ്ഹാഖ് നബിയുടെ ബർക്കത്ത് കൊണ്ട് കൊടുക്കല്ല, അവരുടെ ഉമ്മമാരായ സാറ ഹാജർ റളിയല്ലാഹു അൻഹുമയുടെ ബർക്കത്ത് കൊണ്ട് നീ കൊടുക്കണേ അല്ലാഹ്. മുത്തു നബി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ കൊടുക്കണേ അല്ലാഹ്. ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് അല്ലാഹു ഇതൊക്കെ കൊടുത്തിട്ടില്ലേ? സമ്പത്തും കൊടുത്തിട്ടുണ്ട്, മക്കളെയും കൊടുത്തിട്ടുണ്ട്. മക്കളൊക്കെ എന്തൊരു സന്തോഷത്തിലാണ്. ജീലാനി തങ്ങളുടെ കുടുംബജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ജീലാനി ഷെയ്ഖ് കല്യാണം കഴിക്കുന്നത് 50 വയസ്സിലാണ്. 50ാമത്തെ വയസ്സിലാണ് കല്യാണം. 18ാമത്തെ വയസ്സിലാണ് ഓതാൻ പോയത്. പിന്നെ 32 കൊല്ലം ഓതീന. 32 കൊല്ലം ഓതി. റിയാള വീട്ടി. റിയാള എന്ന് പറഞ്ഞാൽ ഓതി പഠിച്ചതനുസരിച്ച് അതിനനുസരിച്ച് ഇബാദത്തുകളിലും ദിക്റുകളിലും സ്വലാത്തുകളിലുമായിട്ട് തന്റെ ശരീരത്തെ ശരിക്കും മെരുക്കിയെടുക്കും. സാധാരണക്കാർക്ക് തിരിണ രൂപത്തിൽ റിയാളക്ക് അർത്ഥം പറഞ്ഞത്. അങ്ങനെ ഈ ഒരു മെരുക്കിയെടുക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ആ വയത് പറയാൻ തുടങ്ങിയത്, ദർസ് നടത്താൻ തുടങ്ങിയത് 50ാമത്തെ വയസ്സ്. അന്നാ കല്യാണം കഴിച്ചു. അതുവരെ ശൊകലായിരുന്നു, ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് 50 ജില്ലാനം വയസ്സ് ആയപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ വഫാത്തായി. എല്ലാ സുന്നത്തുകളും എല്ലാ ഇബാദത്തുകളും എടുത്ത മഹാനവറുകൾ എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്ന ചോദ്യത്തിന് മഹാന്മാർ ഉത്തരം പറയുന്നുണ്ട്, കല്യാണം കഴിക്കാൻ മറന്നുപോയതാണ് ശോലുകൊണ്ട്.
എന്താ വർത്താനം? എൻ്റെ മുന്നിൽ ഇവിടെ പഠിക്കുന്ന മുത്താലിമീങ്ങളും ഉണ്ടാവും. ഇപ്പൊ മുത്താലിമീങ്ങളൊക്കെ ചിന്തിക്കാൻ നേരെ തിരിച്ചത് എന്നപ്പോ പെണ്ണിട്ടാനാകുക എന്നായിരിക്കുമല്ലോ ചിന്ത. കാരണം ഒരു 10 കൊല്ലമൊക്കെ പഠിക്കുക പറഞ്ഞാലും ഇങ്ങനെ കുറെ ദീർഘമായിട്ട് 32 കൊല്ലം. പക്ഷേ 50 കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന ഒരാൾക്ക് പ്രതീക്ഷ കുറയും അല്ലേ? 50 കഴിഞ്ഞിട്ട് എത്ര കൊല്ലം ജീവിക്കുന്ന ഒരാൾ കരുതുന്നത് ലോകത്ത് അല്ലാഹു എല്ലാ ഹൈറാത്തുകളും സൗഭാഗ്യങ്ങളും കൊടുത്ത അൽ ഖുസമു സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ ഗുണങ്ങളും സമ്മേളിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ ഒരു പേരാണത് അൽ ഖുസം, ജാമിഉൽ ഖൈറാത്ത്, സൽഗുണ സമ്പൂർണ്ണൻ. മുത്തുനബിയുടെ ഒരു പേരാണ് അൽ ഖുസമു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ആകെ കൊടുത്ത 63 കൊല്ലം ആയുസ്. അപ്പൊ ഇനി ആകെ 13 കൊല്ലല്ലേ, അതിന്റെ അപ്പുറത്ത് കിട്ടുന്നതൊക്കെ ലാഭാണ്. അതിന്റെ അപ്പുറത്തേക്ക് കിട്ടുന്നതൊക്കെ ലാഭാണ്, ചെറിയ കാര്യമല്ല. അപ്പൊ കുറഞ്ഞ കാലല്ലേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് മക്കൾക്ക് ജന്മം നൽകണം. ഇന്നി ഉബാഹി ബികുമുൽ ഉമം, എന്റെ ഉമ്മത്തിനെ നിങ്ങൾ അധികരിപ്പിച്ചു തരികയാണെങ്കിൽ, നിങ്ങളെ മക്കളും കുട്ടികളുമായിട്ട് എന്റെ ഉമ്മത്തിന്റെ എണ്ണം കൂട്ടി തരികയാണെങ്കിൽ, നിങ്ങൾ കാരണമായി ഞാൻ പരലോകത്ത് ഊറ്റം കൊള്ളുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മഹത്വം എനിക്ക് കിട്ടൂലല്ലോ. മുഹീദ്ദീൻ ഷെയ്ഖിന് തോന്നുകയാണ്. അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് തീരുമാനം എടുത്തു, 4 കല്യാണം ഒരുമിച്ചായിട്ട് കഴിക്കാം. എന്നാ പ്രശ്നം പരിഹരിക്കുമല്ലോ. 10-13 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലോ കിട്ടിയാൽ 60-70 കൊല്ലമുള്ള ജീവിതത്തില് പ്രശ്നങ്ങൾ പരിഹരിക്കുമല്ലോ, 4 ഭാര്യമാരുണ്ടെങ്കിൽ. പക്ഷേ മുഹീദ്ദീൻ ഷെയ്ഖിന് അല്ലാഹു വിശാലമായ ദീർഘായുസ കണക്കാക്കിയത്. മുഹീദ്ദീൻ ഷെയ്ഖ് 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് വഫാത്താകുന്നത്. 91ാമത്തെ വയസ്സിലാണ് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. അപ്പോൾ അല്ലാഹു കൊടുത്ത വലിയ സൗഭാഗ്യമാണ് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ദീർഘായുസ്. ആ ദീർഘായുസ് അല്ലാഹു നൽകിയത് കൊണ്ട്, 4 ഭാര്യമാരുണ്ട് ഉള്ളത് കൊണ്ട് അല്ലാഹു മുഹീദ്ദീൻ ഷെയ്ഖിന് 42 മക്കളെ കൊടുത്തു. അൽഹംദുലില്ലാഹ്. ആ 42 മക്കളിൽ ദീനി വഴിയിലായിട്ട് പോറ്റി വളർത്തി. നമ്മളെ നാട്ടിലൊക്കെ ഒരു 10 കുട്ടികളുള്ള വാപ്പാർക്ക് തന്നെ എന്തൊരു അന്തസ്സായിരിക്കും. പോറ്റുമ്പോ കുറച്ചൊരു പ്രയാസമൊക്കെ ഉണ്ടാവും അല്ലേ? പോറ്റി അതിന് വലുതായി കഴിഞ്ഞാൽ പിന്നെ ആ വാപ്പാക്ക് അതൊരു അന്തസ് തന്നെയാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. 42 മക്കളെ ഇസ്ലാമിക ശിക്ഷണത്തിൽ വളർത്തിയെടുത്ത് അവരെ കണ്ട് മാനസിക സായുജ്യമടയുന്ന ശൈഖ് ജിലാനി തങ്ങൾക്ക് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ എന്ന് പറഞ്ഞത് എത്രമാത്രം ഫീൽ ചെയ്തിട്ടുണ്ടാവും, എത്ര സന്തോഷമായിട്ടുണ്ടാവും, മനസ്സിനത് എത്രത്തോളം ബോധിച്ചിട്ടുണ്ടാവും സുഹൃത്തുക്കളെ. ആ ഒരു സന്തോഷം, ജീവിത സുഖം, സീനത്തുൽ ഹയാത്തി ദുനിയാ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു, മക്കളില്ലെങ്കിൽ അവിടെ നിന്ന് അതാ നിലവിളികൾ ഉയരും, അല്ലാഹുവിനോട് ദുആകൾ ഉയർന്നുകൊണ്ടിരിക്കും. യാ അല്ലാഹ്, എനിക്ക് മക്കളെ തരണേ അല്ലാഹ്, എനിക്ക് മക്കളെ തരണേ അല്ലാഹ്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്റെ മുമ്പിൽ ഞാൻ ഒരുപാട് അപകടങ്ങൾ കാണുന്നു, എനിക്ക് മക്കളെ തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം, സൂറത്ത് മറിയമിന്റെ ആദ്യത്തെ പേജ് എടുത്തു നോക്കുക. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മദ്ഹൂദിയാണ് സൂറത്ത് മറിയം തുടങ്ങുന്നത്. സൂറത്ത് മറിയം ഒരുപാട് മഹാന്മാരുടെ അനുസ്മരണമാണ്. അത് തുടങ്ങുന്നത് അങ്ങനെയാണ്, ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ. നബിയെ, ഇത് തങ്ങളുടെ രക്ഷിതാവായ പടച്ച റബ്ബ് അവന്റെ അടിമയായ സക്കരിയ നബിയെ പരാമർശിക്കുന്ന, ആ സക്കരിയ നബിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ പരാമർശിക്കുന്ന ഒരു അധ്യായമാണ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. ആ സക്കരിയ നബി അലൈഹിസ്സലാം വയസ്സ് 90ന്റെ അടുത്തെത്തിയിട്ടുണ്ട്. 87, 88 അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. 90ഓളം വയസ്സ് പ്രായമുള്ള
80 ചില്ലാനം വയസ്സ് പ്രായമുള്ള ഭാര്യ. ഇവർ രണ്ടുപേരുമാണ്. ദാമ്പത്യ ജീവിതം ഇപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ മഹാനവറുകൾ അവിടെയും പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ, അതുവരെ മക്കളെ കൊടുക്കാഞ്ഞിട്ടും സക്കരിയാ നബി നിരാശനായിട്ടില്ല. മക്കളില്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സമാധാനിച്ചോ. സക്കരിയാ നബി അലൈഹിസ്സലാം ഇദ്നാദാ റബ്ബഹു, സക്കരിയാ നബി തന്റെ രക്ഷിതാവിനെ വിളിച്ചു. നിദാഅൻ ഖഫിയ, വളരെ സ്വകാര്യമായ ഒരു വിളി, ആരും അറിയാതെ റബ്ബും സക്കരിയാ നബിയും മാത്രമേ അറിയുന്നുള്ളൂ. ഒറ്റക്ക് നട്ടപ്പാതിര നേരത്ത് അല്ലാഹുവിനെ വിളിച്ചിട്ട് പറയാണ്, ഖാല റബ്ബി ഇന്നി വഹനൽ അദുമു മിന്നി. വയസ്സാങ്കാലത്തൊരു കുഞ്ഞിനെ തരണം എന്ന് പറയുന്നതിനും ഒരു മട്ടക്കുറവില്ലേ? അവിടെയാണ് സക്കരിയാ നബിയുടെ പ്രാർത്ഥന ശ്രദ്ധേയമാകുന്നത്. ഖാല, സക്കരിയാ നബി പറയാണ്, റബ്ബി എന്റെ നാഥാ, ഇന്നി വഹനൽ അദുമു മിന്നി, എന്റെ എല്ലുകൾക്കൊക്കെ ബലക്ഷയം വന്നിരിക്കുന്നു. കണ്ടോ, ബലക്ഷയം വന്നിരിക്കുന്നു. എന്റെ എല്ലുകളുടെ ബലം ക്ഷയിച്ചു പോയിരിക്കുന്നു. അല്ലാഹ്, റബ്ബി ഇന്നി വഹനൽ അദുമു മിന്നി. എനിക്കൊരു കുട്ടിനെ തരുമോ എന്ന് ചോദിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോ എന്നോട് ഈ 90-ാം വയസ്സിലോ എന്ന് ചോദിച്ചേക്കരുത്. അതിനാ പറയുന്നത് ഇന്നി വഹനൽ അദുമു മിന്നി, എന്റെ എല്ലുകൾക്ക് ബലക്ഷയം വന്നിട്ടുണ്ട്. എല്ലുകൾക്കൊന്നും ബലല്ല. അതിനു പറ്റിയൊരു കണ്ടീഷനിലല്ല ഞാൻ ഇപ്പോൾ ഉള്ളത്. എന്റെ ശാരീരിക നില അതിന് ഫിറ്റല്ല, അൺഫിറ്റാണ്. ഇന്നി വഹനൽ അദുമു മിന്നി വസ്തഅല അർ-റഅ്സു ശൈബാ, എന്റെ തലയിലേക്ക് നോക്കിയാൽ കുമ്പളങ്ങ പോലെ നരച്ച് പ്രകാശിക്കുന്നുണ്ട് തല, ഒരു മുടി പോലും കറുത്തതില്ല. ഇനി വസ്തഅല അർ-റഅ്സു ശൈബാ, എന്റെ തല നരച്ച് കത്തി പ്രകാശിക്കുകയാണ്. വസ്തഅല അർ-റഅ്സു ശൈബാ, ഞാൻ പടുവൃദ്ധനായിരിക്കുന്നു എന്നർത്ഥം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ശാരീരിക സെറ്റപ്പ്, ശാരീരിക ഫിറ്റ്നസ്, മക്കളുണ്ടാകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കില്ല എന്ന് കേൾക്കുന്നവർക്കൊക്കെ തോന്നുമെങ്കിലും വലമ്മകും ബിദുആഇക റബ്ബി ശഖിയ്യാ, എന്തിനും സാധിക്കുന്ന നിന്നോടാണല്ലോ അല്ലാഹ് ഞാൻ ദുആരക്കുന്നത്. അതുകൊണ്ട് നിന്നോട് ദുആ ചെയ്യുമ്പോൾ എന്റെ നാഥാ ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. വലമ്മകും ബിദുആഇക റബ്ബി ശഖിയ്യാ, നിന്നോട് ദുആരന്നിട്ട് ഞാൻ എങ്ങനെ തോൽക്കും റബ്ബേ? ഞാൻ തോൽക്കൂല. നീ എനിക്ക് തരുമെന്ന ഉറപ്പോട് കൂടിയാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. ആമുഖങ്ങളാണ്. ഇപ്പോഴൊന്നും കുട്ടിനെ താന്ന് പറഞ്ഞിട്ടില്ല, പറയാൻ പോണുള്ളൂ. ഇനിയും ആമുഖം തീർന്നിട്ടില്ല. ബഹുമാനപ്പെട്ടവർ തുടരുകയാണ്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ മക്കൾ ഉണ്ടായിക്കൊള്ളുന്ന ഒരു നിർബന്ധം? എന്റെ പിറകിൽ കുറെ അനന്തരാവകാശികളെ ഞാൻ ഭയപ്പെടുന്നു നാഥാ. എന്റെ പിറകിലുള്ള അനന്തരാവകാശികളെ ഞാൻ ഭയപ്പെടുന്നു അല്ലാഹ്. അമ്പിയാക്കള് അന്ന് സ്വത്ത് അനന്തരം വെക്കുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നീട് ആ നിയമം ദുർബലപ്പെട്ടു. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് പറയാണ്, എന്റേതായിട്ട് എന്തെങ്കിലുമൊക്കെ എന്റെ മരണശേഷം കൊത്തി ഓഹരി വെക്കാനുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ളത് പടച്ചോനെ പേടിയില്ലാത്തൊരു ടീമാണ് എന്റെ കുടുംബത്തിൽ. എന്റെ എളാപ്പാന്റെ മുത്താപ്പാന്റെ ഒക്കെ മക്കൾ, അവർക്കൊക്കെയാണല്ലോ ഇതൊക്കെ പോവാ. അവരൊക്കെ നിന്റെ ശത്രുക്കളാണല്ലോ. അപ്പൊ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കും. നിനക്കെതിരെ ചെലവാക്കുന്നത് എന്റെ മരണശേഷം, അത് നിനക്കെതിരെ ചെലവാക്കുന്നത് എനിക്ക് സഹിക്കൂല. എന്റെ കാലശേഷം എന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ വരുന്ന അധികാരികളെ, അവരെ ഞാൻ ഭയപ്പെടുന്നു. ആ അനന്തരാവകാശികളെ ഞാൻ ഭയപ്പെടുന്നു. ഇനി ഇത് മാത്രമല്ല, എന്റെ ഭാര്യ ആഖിറാണ്.
അവളൊരു മച്ചിപ്പെണ്ണാണ്, വന്ധ്യയാണ്, കുട്ടികളുണ്ടാവില്ല. പ്രത്യേകിച്ച് പുരുഷന് പ്രായമായാലും കണ്ടോ, അവിടെ പുരുഷനെ പറ്റി പറഞ്ഞപ്പോ സക്കരിയ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം പുരുഷൻ എത്ര പ്രായമായാലും മക്കളുണ്ടാവും. പക്ഷെ എന്താണ്, ശാരീരിക ബലക്കുറവാണ് അവനുണ്ടാവുക. ശാരീരിക ബലക്കുറവാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ശരീരം ഫിറ്റല്ല എന്ന് പറഞ്ഞു. അതേസമയം മക്കള് മരിക്കോളും ഉണ്ടാവും. പക്ഷെ പെണ്ണിന് അങ്ങനെയല്ല. ആർത്തവം നിലച്ച് ആ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ നിരാശയാകും. പിന്നെ ഒരിക്കലും മക്കളെ കിട്ടുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല. പറഞ്ഞു എന്റെ പെണ്ണാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകണ പ്രായമൊക്കെ കഴിഞ്ഞു, അവള് കുട്ടികൾ ഉണ്ടാകാത്ത പെണ്ണാ. ഇതൊക്കെ മുമ്പിലുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ച്. എന്നാൽ ഞാൻ ഭയപ്പെടുന്ന ചില പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് ശേഷം വരാനുണ്ട്. അതുകൊണ്ട് നിന്റെ ഭാഗത്ത് നിന്ന് നീ എനിക്ക് ഓശാരമായി തരണം. എന്റെ ശാരീരിക ഫിറ്റ്നസ് കൊണ്ടല്ല. എനിക്ക് 90 കഴിഞ്ഞു, അല്ലെ 90 എന്റെ ഭാര്യ വന്ധ്യയാണ്, അതുകൊണ്ടൊന്നും എനിക്ക് കുട്ടികളെ കിട്ടൂല. ശരിയാണ്, അതൊന്നുമല്ല. എന്റെയും എന്റെ ഭാര്യയുടെയും ഫിറ്റ്നസ് നോക്കിയിട്ടല്ല. നീ എനിക്ക് വെറുതെ തരണം, നീ എനിക്ക് വെറുതെ തരണം. ഞങ്ങളെ യോഗ്യത കൊണ്ടല്ല തരേണ്ടത്, നീയായിട്ട് തരണം. വലിയ നിന്റെ ഭാഗത്തു നിന്നൊരു കുഞ്ഞിനെ തരണം, ഒരനന്തരാവകാശിയെ തരണം. വലിയ ആരാണ് അനന്തരാവകാശി? എന്നെയും യാക്കൂബ് കുടുംബത്തെയും അനന്തരമെടുക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് നൽകണം. എന്തിനാ രണ്ടും കൂടെ പറഞ്ഞു? അതിന്റെ ആവശ്യമുണ്ടോ? നമ്മളും ദ്വാരക്കുമ്പോ അങ്ങനെയാ ദ്വാരക്കേണ്ടത്. നമുക്ക് എന്തിനാ മക്കളുണ്ടാണ്? ഒന്ന് നമ്മളെ കാലശേഷം എന്തെങ്കിലുമൊക്കെ കൊത്തി ഓരി വെക്കാനുണ്ടെങ്കിൽ അത് ഓരി വെക്കാൻ പറ്റുന്ന കുട്ടികൾ അല്ലേ? എരിസുനി എന്നെ അനന്തരമെടുക്കുന്ന മകൻ, എന്റെ സ്വത്തിന് അനന്തരാവകാശിയാകുന്നവൻ. യാക്കൂബ് കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില പൈതൃകങ്ങളുണ്ട്, അതിന്റെ അനന്തരാവകാശിയും കൂടാവണം എന്ന് പറഞ്ഞാൽ നുബൂവത്താണ്. യാക്കൂബ് കുടുംബത്തിലൂടെ സക്കരിയ നബിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്ഥാനം. നുബൂവത്ത്, വിലായത്ത്, അതൊക്കെ വലിയ സ്ഥാനല്ലേ? ആ നുബൂവത്തിന്റെ സ്ഥാനം വഹിക്കാൻ പറ്റുന്ന യാക്കൂബ് കുടുംബത്തിൽ നിന്ന് അനന്തരമെടുക്കുന്ന എന്ന് പറഞ്ഞാൽ യാക്കൂബ് കുടുംബത്തിൽ നിന്ന് കിട്ടിയ നുബൂവത്തിന്റെ സ്ഥാനം അതും കൂടെ ഏറ്റെടുക്കാൻ പറ്റുന്ന കുട്ടിയെ തരണേ അല്ലാ. അങ്ങനെയാണ് അള്ളാഹിനോട് ദ്വാരക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നബിയായ കുട്ടിയെ എനിക്ക് തരണം. ആ കുട്ടി നബിയാവും. അപ്പൊ നമ്മളൊക്കെ ദ്വാരക്കേണ്ട അതാണ്, എന്റെ മുതലിനൊരു അനന്തരാവകാശം. പിന്നെ നിങ്ങള് വിളിച്ച മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടി, നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടി, നിങ്ങൾ പിടിച്ച കൊടി പിടിക്കുന്ന കുട്ടി, നിങ്ങൾ പ്രവർത്തിച്ച പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കുട്ടി, ഇസ്ലാമികമായിട്ടാണ് ഞാൻ. അത് വലിയൊരു സന്തോഷമല്ലേ? നേരെ മറിച്ച് എന്താണ്, കുട്ടികളുണ്ടായി ആ കുട്ടികൾ മുഴുവൻ വിദേഹത്തുകാരായി പോയാൽ കഴിഞ്ഞു കഥ. അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ആവരുത്. നബിയെ തെറി പറയുന്നവരുണ്ടാവരുത്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ ഇതിലേറെ ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലുന്ന മക്കളെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഉറപ്പാ ഒരു സ്വലാത്ത് മതിയാകും ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ. ഇപ്പങ്ങൾ ചൊല്ലിയ സ്വലാത്ത് എന്തൊരാവേശത്തിലാ ചൊല്ലിയത്. അല്ലാഹുവേ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിലേറെ ആവേശത്തിൽ സ്വലാത്ത് ചൊല്ലുന്ന റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന സുന്നത്ത് ജമാഅത്തിന് വില കൽപ്പിക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ദീനിന് വില കൽപ്പിക്കുന്ന മക്കളെ നൽകണേ അല്ലാഹ്. ദീനിന് പ്രാധാന്യം നൽകുന്ന മക്കളെ നീ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് ആലോചിച്ചു. ഈ പൈസ മുതലും മാത്രമല്ല അനന്തരം, ആത്മീയ അനന്തരം വേറെ അതിന് പറ്റുന്ന കുട്ടികളും മക്കളും ഉണ്ടാവണം. അതില്ലെങ്കിൽ മഹാ കഷ്ടാണ്. അപ്പൊ അവിടെ ചീച്ചിലും പുഴുപ്പും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളെയൊക്കെ മക്കൾ അല്ലാഹു നന്നാക്കി തരട്ടെ. വാപ്പപ്പാപ്പന്മാര് വഴിയായിട്ട് നമ്മളിങ്ങനെ കൈമാറി വന്ന ഒരു ദീനീബോധമുണ്ട്. ആ ദീനീബോധത്തിൽ നമ്മളെ മക്കളും ഇങ്ങനെ വളരണം. അത് കളഞ്ഞു കുളിക്കുന്ന മക്കളാകരുത്. എന്നിട്ട് എന്റെ കുട്ടിയെ നീ നിനക്കിഷ്ടപ്പെട്ട കുട്ടിയാക്കി തരണം.
എനിക്കുപകരിക്കണം, നാട്ടിനും ദീനിനും ഉപകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വജഅൽഹു റബ്ബി റളിയ, കുട്ടിയെ നീ എല്ലാവർക്കും ഇഷ്ടമുള്ള കുട്ടിയാക്കണം, നിനക്കും നാട്ടുകാർക്കും ഒക്കെ ഇഷ്ടമുള്ള കുട്ടിയാക്കണം. ഇത് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ദുആയിരുന്നപ്പോ അല്ലാഹു സക്കരിയ നബിക്ക് മറുപടി കൊടുക്കുകയാണ്. പാതിരാക്ക് നിസ്കരിക്കുമ്പോഴാണ് സക്കരിയ നബി ദുആ നടത്തിയത്. അപ്പൊ അല്ലാഹു തആല സക്കരിയ നബിക്ക് ഇങ്ങനെ മറുപടി കൊടുക്കുക, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം വകാനത് ഇംറഅതി അഖിറാ വഖദ് ബലഗ്തു മിനൽ കിബരി ഇത്തിയാ. നീണ്ടുപോകും ആ ചർച്ച ചെയ്താൽ. ഞാൻ അതിന്റെ ആ ഒരു ഭാഗം മാത്രം പറയാം, ബാക്കിയുള്ളതിലേക്ക് പോകുന്നില്ല കേട്ടോ, കഥയിലേക്ക്. യാ സക്കരിയ, ഉടനെ അല്ലാഹു വിളിച്ചു. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സക്കരിയ നബിയോട് സംവദിക്കുകയാണ്. സക്കരിയ ഇന്നാ നുബശ്ശിറുക, സക്കരിയ നിങ്ങൾക്ക് ഞാൻ ഇതാ ഗുഡ് ന്യൂസ് നൽകുകയാണ്, സന്തോഷ വാർത്ത. നിങ്ങൾക്ക് ഞാൻ ഇതാ ഒരു ബിശാറത്ത് തരുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്നു. ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഇസ്മുഹു യഹ്യ, ആ കുട്ടിന്റെ പേര് യഹ്യ എന്നാണ്. കണ്ടങ്ങള് സക്കരിയ നബി ചോദിക്കേണ്ടതുപോലെയാണ് ചോദിച്ചപ്പോ ഉത്തരം ചെയ്യും പടച്ചോൻ എന്ന് ഉറപ്പിച്ച് ചോദിക്കേണ്ട കോലത്തിലാണ് ചോദിച്ചപ്പോ അല്ലാഹ് കുട്ടിനെ മാത്രമല്ല കൊടുത്തത്, പേരിട്ട അല്ലാഹ് പേരിട്ടിട്ട് കുട്ടിനെ കൊടുത്തു. നിങ്ങൾ ഇഷ്ടമുള്ള പേരിട്ടോളി എന്നല്ല അറിഞ്ഞു, പേരും അല്ലാഹ്. എത്ര ബർക്കത്തുള്ള കുട്ടിയായിരിക്കും ഇത്. ഇതാണ് യഹ്യ നബി അലൈഹിസ്സലാം, സക്കരിയ നബിന്റെ കുട്ടിയാണ്. എന്നിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്ന കുട്ടിന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ യഹ്യ എന്നാണ്. എന്താ ഈ യഹ്യ എന്നുള്ള പേരിന്റെ പ്രത്യേകത? ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, ഇതുപോലെ പേരുള്ള ഒരു കുട്ടിനെ ഇതിന്റെ മുമ്പ് ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ലേറ്റസ്റ്റ് പേരാണോ, പുതിയ പേരാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കുട്ടിക്കും പേരിട്ടിട്ടില്ല. ചിലരൊക്കെ അങ്ങനെയാണ്, കുട്ടികളുണ്ടായാ പിന്നെ വിളിയ ഉസ്താദേ പേരിട്ടണം. നമ്മളെ പേര് പറഞ്ഞു കൊടുത്താൽ പറയാം അതെ അത് പറ്റൂല, അത് പെങ്ങളെ കുട്ടിന്റെ പേരാ. വേറെ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് അയൽവക്കത്തെ കുട്ടിന്റെ പേരാ. വേറെ എന്ന് പറഞ്ഞു കൊടുത്താൽ എന്റെ സുഹൃത്തിന്റെ പെങ്ങളെ കുട്ടിന്റെ പേരാ. അവന് ചുരുക്കി പറഞ്ഞ ഒരു പേരും പറ്റൂല. ഞാൻ പറയണത് ആരും കേൾക്കാത്ത ഒരു ലേറ്റസ്റ്റ് പേരാകുക എന്നുള്ളത് മനുഷ്യന് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, അതിന് പ്രാധാന്യമുണ്ട്. പക്ഷെ അത് നന്നാവണം. അങ്ങനെ ഡാൻസ് ശ്രമിച്ചാൽ പിന്നെ എന്തോരം ഒച്ചടിടല, എന്നിട്ട് കോലം കെടുക്കല, അത് ചെയ്യരുത്. അഹബ്ബുൽ അസ്മാ, ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ ഒരുപാടുണ്ട്. നല്ല പേരുകൾ പുതുതലമുറ ആയിഷയിലേക്കും ഫാത്തിമയിലേക്കും ഒക്കെ കടന്നു വരുന്നുണ്ട്. സന്തോഷകരമാണ്. ഒരുപാട് വേണ്ടാത്തരങ്ങളുള്ളപ്പം പുതിയ പുതുമകളിൽ ചില സന്തോഷങ്ങളും പറയാതിരിക്കാൻ വയ്യ. ഇന്ന് ഞാനൊരു കുട്ടിയുടെ അഖീഖത്ത് കർമ്മത്തിൽ പങ്കെടുത്തപ്പോൾ കുട്ടിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ ആയിഷ, ഒരു ആയിഷ. അങ്ങനെയൊക്കെ ഇപ്പോഴുണ്ട്. കാരണം അതിപ്പോ മോഡേണായി വന്നിരിക്കുക. ഇപ്പത്തെ യുഗത്തിൽ ഞാൻ കേൾക്കാൻ കഴിയൂല, അപ്പോ അത് മോഡേണായി വന്നിരിക്കുക. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് മക്കളുണ്ടാവുന്നത് വലിയ സന്തോഷമാണ്. അല്ലാഹു തആല സക്കരിയ നബിക്ക് മക്കളെ കൊടുത്തു, യഹ്യ നബിയെ കൊടുത്തു. ആ യഹ്യ നബിക്ക് പേരൂട്ട് കൊടുത്തു. അപ്പോൾ യഹ്യ നബി അലൈഹിസ്സലാം സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ വകാനത് ഇംറഅതി ആഖിറാ. പടച്ചോനെ എനിക്ക് എങ്ങനെ ആ കുട്ടികൾ ഉണ്ടാകുക? സംഗതി എന്റെ ഭാര്യ വന്ധ്യയാണ്, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുക? വഖദ് ബലഗ്തു മിനൽ കിബരി ഇത്തിയാ, എനിക്കാണെങ്കിലോ അങ്ങേയറ്റത്തെ വാർദ്ധക്യം എത്തിയിട്ടുണ്ട്, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുക? മൂപ്പര് അതേ പറഞ്ഞിട്ടുണ്ട് ആശങ്ക.
എന്നാ അള്ളാഹ്ക്ക് അതിന് കഴിയുന്നുള്ള ഉറപ്പിലാ ചോദിച്ചത്. കാരണം അത് അവിടെ പറഞ്ഞിട്ടുണ്ട് വലം അക്കും ബി ദുആഇക റബ്ബി ഷഖിയ്യ. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാ. എങ്ങനെ പഠിച്ചോനെ നീ എനിക്ക് കുട്ടികളെ തരിക, അത് വല്ലാത്തൊരു കുദ്റത്താണല്ലോ. കാല. അപ്പൊ അള്ളാഹു പറഞ്ഞു കദാലിക, കാര്യം നീ പറഞ്ഞതുപോലെ തന്നെയാണ്, കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് സക്കരിയ. ഖാല കദാലിക, സക്കരിയ തങ്ങളെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് വന്ധ്യയായ ഒരു പെണ്ണിന് കുട്ടികൾ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വിദൂര സങ്കല്പമാണ്. പക്ഷേ ഖാല റബ്ബുക, നിങ്ങളുടെ റബ്ബ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഹുവ അലയ്യ ഹയ്യൻ, എനിക്കത് സിമ്പിളാണ്. എനിക്കത് സിമ്പിൾ ആണെന്ന് അല്ലാഹു പറയുന്നു. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സിമ്പിളാണ്, വളരെ ചെറിയ കേസാണ്, എളുപ്പത്തിൽ സാധിക്കാവുന്നതേ ഉള്ളൂ. ഞാനത് കാണിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്നും അല്ലാത്ത കാലത്ത്, മണ്ണ് പോലും അല്ലാതെ കിടന്നിരുന്ന ഒരു കാലത്ത് നിങ്ങളെ പടച്ചുണ്ടാക്കിയവനാണ് ഞാൻ. സക്കരിയ നബിയോട് പറയണം, നിങ്ങളെ പടച്ചപ്പോ നിങ്ങളൊന്നുമല്ല, അപ്പൊ ശുദ്ധ ശൂന്യതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചൊരുക്കിയവനാണ് ഞാൻ. എനിക്ക് പിന്നെ ഉള്ള നിങ്ങൾക്ക് കുറച്ച് ഒരു 10 വയസ്സ് കൂടുതലായി എന്നല്ലേ ഉള്ളൂ. നിങ്ങളെ ഭാര്യ ഇവിടെ നിലവിലുണ്ടല്ലോ, ആ ഭാര്യയിൽ നിന്ന് കുറച്ച് പ്രായമായിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിനെ ഉണ്ടാക്കണം എന്നല്ലേ ഉള്ളൂ. ഇല്ലാത്ത ശുദ്ധ ശൂന്യതയിൽ നിന്ന് മനുഷ്യ സൃഷ്ടികർമ്മം നടത്തിയ എനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പോഴാണ് സക്കരിയ നബി പറഞ്ഞത് റബ്ബി ജഅല്ലി ആയ. എന്നാ പടച്ചോനെ എനിക്കതിനൊരു തെളിവ് വേണം. എന്റെ ഭാര്യ ഗർഭിണിയാണെന്നതിന് അന്നിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് പോസിറ്റീവ് ആണോ നോക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ സൗകര്യമില്ല, ടെസ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല. അപ്പൊ അള്ളാഹുവിനോട് പറഞ്ഞു, എനിക്കിതിന് ഇപ്പൊ ചെക്കപ്പ് നടത്തിയിട്ട് ഉറപ്പിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. എനിക്കൊരു തെളിവ് വേണം, എന്റെ ഭാര്യ ഗർഭിണിയാണ്. നിങ്ങളെ ഭാര്യ ഗർഭിണിയാണ്. നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ സാധാരണഗതിയിൽ ആരോഗ്യവാനാണ്. എന്നിരിക്കെ 3 ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള സംസാര ശേഷി ഞാൻ എടുത്തു കളയും. അല്ലാഹു പറഞ്ഞു, നിങ്ങളെ ഭാര്യ ഗർഭിണിയാണെന്നതിന് ഞാനൊരു അടയാളം തരികയാണ്. നാളെ സുബഹി നിസ്കരിച്ച് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് സക്കരിയ നബി അലൈഹിസ്സലാം ക്ലാസ് എടുക്കാൻ എഴുന്നേറ്റ് നിൽക്കും. തന്റെ കൗമിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല, ആംഗ്യ ഭാഷയിലായിരിക്കും നിങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. 3 ദിവസം. അതിന്റെ അർത്ഥം നിങ്ങളെ സംസാരശേഷിക്കൊന്നും പറ്റിയതല്ല, പക്ഷെ ഒരു കറാമത്ത് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരികയാണ്. 3 ദിവസം വെറും ആംഗ്യ ഭാഷയിൽ മഹാനവറുകൾ സംസാരിക്കാൻ കഴിഞ്ഞില്ല. 4ാം ദിവസം ക്ലിയറായി. ആയതുക അല്ലാ തുകല്ലിമൻ നാസ 3 ലയാലിൻ സവിയ ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ്. പ്രാർത്ഥനാ മിഹ്റാബിൽ നിന്നും, പ്രാർത്ഥനാ ഹാളിൽ നിന്നും ബഹുമാനപ്പെട്ടവർ തന്റെ ജനത്തെ അഭിസംബോധനം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഫഔഹാ ഇലൈഹിം അൻ സബ്ബിഹു ബുക്റതൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊള്ളണം എന്നാണ് ബഹുമാനപ്പെട്ടവർ അന്ന് ക്ലാസ് എടുക്കുന്നത്. അത് അവരിലേക്ക് ആംഗ്യ ഭാഷയിലാണ് മഹാനവറുകൾ സംസാരിച്ചത്. രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് അല്ലെന്ന ആംഗ്യ ഭാഷയിലാണ് അന്ന് അവരോട് സംസാരിച്ചത്. അങ്ങനെ അന്നത്തെ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞു. ആ കുട്ടി വരുന്നത്, ആ കുട്ടിയെ അല്ലാഹു ആശീർവദിക്കുന്നതൊക്കെ ശേഷം പറയുന്നു, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വത്തിൻ വഅതൈനാഹുൽ ഹുക്മ സബിയ്യ വഹനാനം മിൻ ലദുന്നാ വസകാഹ വകാന തഖിയ്യ വബറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യ. സമയം വൈകി പോകുന്നു, അതുകൊണ്ട് ഇനി നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മക്കളൊരു മഹാസൗഭാഗ്യമാണ്. മക്കളില്ലാത്ത ഭാര്യയായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പം വിരസത അനുഭവപ്പെടും, ബോറ് വരും. അള്ളാഹു എല്ലാവർക്കും മക്കളെ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളൊരു മഹാസൗഭാഗ്യാണ്, സമ്പത്തും സൗഭാഗ്യാണ്. പക്ഷെ എന്ത് ചെയ്യണം? വൽ ബാഖിയാതു സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. എന്നും
വിശേഷിക്കുന്ന സുകൃതങ്ങൾ നിസ്കാരവും നോമ്പും ഖുർആനോത്തും അതാണ് കേട്ടോ ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുത്ത് കൂടുതൽ പ്രതിഫലാർഹവും വഖൈറുൻ അമല, കൂടുതൽ പ്രതീക്ഷാർഹവും അതാണ് എന്ന് പറഞ്ഞാൽ മക്കളുണ്ടായാൽ ആ മക്കള് സ്വാലിഹീങ്ങളായാൽ അത് നിങ്ങൾക്ക് ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുമെന്ന് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. സമ്പത്ത് ഉണ്ടായാലും അങ്ങനെയാണ്. നല്ല സമ്പത്ത് നല്ല മനുഷ്യന്മാർ കൈകാര്യം ചെയ്താൽ അത് ദുന്യാവിലും ആഖിറത്തിലും ആ സമ്പത്ത് എന്ത് ചെയ്യും, ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതൊക്കെ ഉപകരിച്ചെങ്കിലേ ഉള്ളൂ. അതേസമയം നിസ്കാരവും നോമ്പും ഖുർആനോത്തും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. എന്താ പറയുന്നത്? മക്കളും സമ്പത്തും ഒക്കെ നേരെയായി കിട്ടിയിട്ട് വേണം അത് ഉപകാരപ്പെടണം. മറ്റത് ഇഖ്ലാസോട് കൂടി നിങ്ങളാണ് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ അക്കൗണ്ടിൽ അവിടെ ഉണ്ടാവും. പേടിക്കണ്ട. അപ്പൊ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം അറിയുന്നത്? മക്കളിൽ പ്രതീക്ഷ അർപ്പിക്കാം, സമ്പത്തിൽ പ്രതീക്ഷ അർപ്പിക്കാം, എന്നാൽ ഇബാദത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് മുടക്കി സമ്പത്തിന്റെ മക്കളിൽ പിന്നാലെ പോകണ്ട. ഇബാദത്ത് മുടക്കി സമ്പത്തിന്റെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് തലമറന്ന് എണ്ണതേക്കല. ഇബാദത്ത് മുടങ്ങാതെ അപ്പോഴേ അർത്ഥം. നമുക്ക് കബറിൽ പോയി കിടക്കാനുള്ള സ്വന്തം വകയിൽ ഉണ്ടാക്കിയേക്കണം. പിന്നെ മക്കളും കുട്ടികളും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അത് ലാഭാണ്. പക്ഷേ ആദ്യം ഇത് സ്വന്തമായിട്ട് ഒരുക്കി വെക്കണം. അങ്ങോട്ട് നിസ്കരിക്കാനും ഒഴിവില്ല, നോമ്പോൽക്കാനും ഒഴിവില്ല, ഒരു 10 സ്വലാത്ത് ചെല്ലാനും ഒഴിവില്ല, ഖുർആൻ ഓതാനും ഒഴിവില്ല. ഉണ്ടാക്കന്നെ ദുനിയാവ്. അത് പറ്റൂല.